ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് അറിവ് പകരാൻ നമ്മുടെ കൂടെ ഉള്ളത് നമുക്കേവർക്കും പ്രിയങ്കരിയായ നമ്മുടെ പ്രിയപ്പെട്ട മുംതസ്തിയുടെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കിംഗ് കോഴ്സിലെ വിദ്യാർത്ഥിയും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് മതപരമായ അറിവ് പകർന്നു കൊടുക്കുന്ന മദ്രസ അധ്യാപികയും തന്റെ കലാപരമായ കഴിവ് കൊണ്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഡിപ്ലോമയും നേടിയ നമ്മുടെ സ്വന്തം സുമയ്യാണ്. പഠനവും പഠിപ്പിക്കലും കലയും കഴിവും എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാതൃക. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. ഖുർആൻ പറയുന്നുണ്ട്, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല. അതുപോലെ തന്നെയാണ് ഇന്നിവിടെ നമ്മൾ കേൾക്കാൻ പോകുന്ന അവരുടെ വാക്കുകൾ അറിവും പ്രചോദനവും നിറഞ്ഞത്. സുമയ്യ റെഡിയല്ലേ? തുടങ്ങിക്കോ. സുമയ്യ സുമയ്യ കേൾക്കുന്നില്ല. ഹലോ, സോറി, മ്യൂട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدني علما نافعا. പ്രിയ സഹോദരിമാരെ, പ്രതിസന്ധികളിൽ തണലേകാൻ കഴിയുന്നത് ഖുർആനിനാണ്, ഖുർആനിക അധ്യാപനങ്ങൾക്കാണ് എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَنِ اتَّبَعَ هُدَايَ فَلَا يَضِلُّ وَلَا يَشْقَى. എന്നിൽ നിന്നും ഒരു മാർഗദർശനം നിങ്ങൾക്ക് വരും. അത് ആരാണോ അനുഗമിക്കുന്നത്, فَمَنِ اتَّبَعَ, അത് അനുഗമിക്കുന്നതാരോ, ഫലാ യദില്ലു വലാ യഷ്ഖാ, അവൻ പിന്നെ വഴി പിഴക്കുകയില്ല. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിന്റെ അവതരണാരംഭ കാലഘട്ടത്തിൽ അവിശ്വാസവും അധർമ്മവും കൊടികുത്തി വാണിരുന്ന ഒരു കാലമായിരുന്നു. ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിലെ സമൂഹത്തെ നാം മനസ്സിലാക്കിയതും അങ്ങനെയാണ്, അല്ലെ? അങ്ങനെയുള്ള ആ സമൂഹത്തെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി പരിവർത്തിപ്പിച്ചെടുത്തത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ കൊണ്ടാണ് എന്നും നാം മനസ്സിലാക്കുന്നു. ആ വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങളാണ് നമ്മളെയും പരിവർത്തിപ്പിച്ചത്. എങ്കിൽ നമ്മുടെ മക്കളിൽ, അതല്ലെങ്കിൽ പുതിയ തലമുറകളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതും വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. പക്ഷെ അവിടേക്ക് അവരെ, നമ്മുടെ മക്കളെ നമുക്ക് എത്തിക്കുവാൻ പറ്റുമോ എന്നതാണ് പ്രശ്നം. പ്രിയ സഹോദരിമാരെ, നമ്മളും ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ആയിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിലാവാം, അല്ലെങ്കിൽ ജോലി സംബന്ധമാവാം, കുട്ടികളുടെ വിഷയത്തിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കാരണമാവാം. ഇങ്ങനെ മനുഷ്യന്റെ മാനസികമായ പ്രശ്നങ്ങളും വെല്ലുവിളികളും കൂടുതൽ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള പരിഹാരം എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള അതേ റബ്ബ് തന്നെയാണ് മനുഷ്യന്റെ മനസ്സിനെയും അവന്റെ ചിന്തകളെയും പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പലതരം പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ കൂടുതൽ അറിയുന്നത്, പരിഹാരം മാറ്റം കൂടുതൽ അറിയുന്നത് അവനെ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടാവിനാണ്, അല്ലെ? മനുഷ്യന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മറ്റേതിനേക്കാൾ കൂടുതലും അറിയാവുന്നത് അവനെ സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ സൃഷ്ടാവിന് മാത്രമാണ്. വേറൊരാൾക്കും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ സാധിക്കുകയില്ല. നമ്മൾ എന്തിനാണ് ഈ ദുനിയാവിലേക്ക് വന്നത്?
നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ്. ചിലപ്പോ ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സന്ദർഭം എല്ലാവരുടെ ജീവിതത്തിലേക്കും വരാം, അല്ലെ? ഒരു ശൂന്യത, ആ ഒരു ശൂന്യത നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു സമയം ഉണ്ടായേക്കാം. അതായത് ഈ ദുനിയാവ് ശാശ്വതമല്ല എന്ന് അറിഞ്ഞിട്ടും, അല്ലെ, അതിന്റെ പളപളപ്പിൽ അങ്ങനെ ആർത്തുല്ലസിച്ച് ജീവിക്കുന്ന, അതിലെ തിരക്കുകളിൽ അങ്ങനെ ഓടി നടക്കുന്ന ഒരുപാട് അനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ തിരക്കുകളൊക്കെ അവസാനിക്കുന്ന ഒരു സമയം വരാനുണ്ട്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകള് നമ്മളെ വെറുക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകലുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും പരിഗണിക്കാത്ത ആ ഒരു സാഹചര്യം, അതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്നും അവരുടെ വിയോഗം, അവർ മരണപ്പെട്ടു പോവുക, അങ്ങനെയുള്ള സന്ദർഭങ്ങള്, അതുപോലും അത്തരം അല്ലെങ്കിൽ ചില രോഗങ്ങൾ, അല്ലെ? അങ്ങനെയുള്ള രോഗങ്ങൾ, ഇത്തരം പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോകും, അല്ലെ? നമ്മൾ അന്ന് വരേക്കും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തരം രോഗം നമുക്ക് വരുമ്പോൾ തളർന്നു പോകും നമ്മൾ. ആ സമയം നമ്മൾ വല്ലാത്തൊരു ഭയമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏതൊരാളും ചിന്തിച്ചു പോകുന്ന ഒരു ചിന്തയാണെന്ത്? എന്തിനാണ് നമ്മൾ ദുനിയാവിലേക്ക് വന്നത്? ഈ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? ഞാൻ എന്തിനാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്? എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു പോകുന്ന ഒരു സമയമാണത്. ഈ രീതിയിൽ ചിന്തിപ്പിച്ച ചില പരീക്ഷണങ്ങൾ എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ചില ആളുകൾ, ഞാൻ എന്റെ ബന്ധങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഞാൻ ഏറ്റവും ദുനിയാവിൽ നമുക്ക് ഇസ്ലാം ദീൻ നമുക്കറിയാം, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്നതും ഇഷ്ടപ്പെട്ടിരുന്നതും നമ്മൾ ലൈഫും നമ്മളെ ദുനിയാവിലെ സുഖങ്ങളും സന്തോഷങ്ങളും ആയിരുന്നു. അതിൽ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. ചെറിയ വ്യത്യാസം, ചെറിയ മുഖഭാവം മാറ്റം പോലും എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില ആളുകളുടെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ചില ആളുകൾ, അവരെ എന്നെ പരിഗണിക്കാതെ വന്ന ചില സമയങ്ങൾ, ആ പ്രതിസന്ധികളിൽ ഏറ്റവും എനിക്ക് ആശ്വാസ വാക്കുകൾ നൽകി, എനിക്ക് തണലായി, എനിക്ക് ഒപ്പം നിന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് അവന്റെ വിയോഗം ഉണ്ടായത്. ഒരു ആക്സിഡന്റിൽ അവൻ മരണപ്പെട്ടു പോയി. ഞാനും അവനും തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. കുട്ടിക്കാലം മുതൽ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ കളിച്ചും പഠിച്ചും ഇണങ്ങിയും ജീവിതം മുന്നോട്ട് നീങ്ങി. ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും എല്ലാം എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന എന്റെ കുടുംബത്തിലെ തന്നെ സ്നേഹനിധിയായ ഒരു സഹോദരൻ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടത്. ഇരുട്ടുമൂടിയ ദിവസങ്ങളായിരുന്നു അവിടുന്ന് അങ്ങോട്ട്. ഇനി ഒരു തുറവി ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു സമയം. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ കൂടുതൽ ചിന്തിച്ചു തുടങ്ങി. എങ്ങോട്ടാണ് ഈ പോക്ക്? എവിടേക്കാണ് എന്റെ യാത്ര? എന്താണ് എന്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യം? യഥാർത്ഥ ലക്ഷ്യത്തേക്കാണോ ഞാൻ നടന്നു നീങ്ങുന്നത്? അവിടെ ഞാൻ എന്റെ റബ്ബിനെ കാണാൻ തുടങ്ങി. ഹൃദയം കൊണ്ട് അടുത്തറിയാൻ തുടങ്ങി. രാത്രി എന്നോണം പകലെന്നോണം സംസാരം തുടർന്നു. പ്രാർത്ഥനയാണ് ഒരു സമാധാനം. അത്തരം പ്രതിസന്ധികൾ ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഒരു പക്വത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും വലിയ പരിഹാര മാർഗം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ തണലേകാൻ ഖുർആനിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറമെ മറ്റൊന്നായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇനി എന്തു വഴി എന്ന് മനസ്സിങ്ങനെ വേവലാതിപ്പെടുന്ന സമയത്ത് ആശ്വാസം നൽകുന്ന ഒരു വചനം, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വാസമുള്ളവർക്ക്, മുത്തഖീങ്ങൾക്ക്, തഖ്വ ആഗ്രഹിക്കുന്നവർക്ക്, റബ്ബിനെ വിശ്വാസമുള്ളവർക്ക്, സൂറ കാഫില് 50-ാം അധ്യായത്തില് 16-ാം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബ ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. 3 പാർട്ടായിട്ടാണ് ഈ ആയത്ത് പറയുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാൻ, നാം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സിന്റെ മന്ത്രങ്ങളെല്ലാം നാം അറിയും. അവനോട് പറയൂ എന്നതാണ് 3-ാമത്തെ ഭാഗം.
വനഹ്നു അഖ്റബ ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാം അവന്റെ കണ്ഠനാടിയേക്കാൾ അവനോട് അടുത്തവനുമാകുന്നു. ഒന്നാമത് പറയുന്നത് സൃഷ്ടികർത്തൃത്വം അല്ലെ. അള്ളാഹുവാണ് ലോകരക്ഷിതാവായ സർവശക്തനായ അള്ളാഹുവാണ് നാം ഏവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ അവനെല്ലാം അറിയുന്നവനാണ് അല്ലെ. നമ്മുടെ ഏത് പ്രയാസത്തിലും നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന എല്ലാ ചിന്തകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ തരത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള ആവലാദികളും വേവലാദികളും എല്ലാം അറിയുന്നത് അവനാണല്ലേ. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നത് എന്താ? അവനോട് ചോദിക്കൂ, അവനോട് പറയൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പരിഹാരം നൽകാം, നാം ശമനം നൽകാം എന്ന് അള്ളാഹു പറയുന്നത്. നിങ്ങൾക്ക് പകരമായെങ്കിലും പിന്നീട് തരാം എന്നും കൂടി അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ ഏത് തരത്തിലുള്ള പ്രയാസം നേരിടുമ്പോഴും സാമ്പത്തികമായി കുറെ ഉള്ളത് കൊണ്ട് ഒരു രോഗം നമുക്ക് വന്നാല് സമാധാനം നമുക്കുണ്ടാവുമോ? രോഗം വന്ന് നമ്മളടുത്ത് ലക്ഷ്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവുമോ? ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളെ മനസ്സിന് ഒട്ടും സമാധാനം ഉണ്ടാവില്ല അല്ലെ. രോഗം മാറുന്നത് വരെ സമാധാനം ഉണ്ടാവില്ല. രോഗം മാറിക്കഴിഞ്ഞാലോ വല്ലാത്തൊരു സമാധാനം അല്ലെ. നമ്മൾ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയും സമാധാനമായി എന്ന്. പക്ഷെ അതുവരെ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നോ? ഇല്ല അല്ലെ. പേടിയാണ് നമ്മുടെ മനസ്സിൽ. പക്ഷെ ആർക്കുണ്ടാകുന്നറിയോ ആ രൂപത്തിൽ ആർക്കുണ്ടാകുന്നറിയോ ആ രൂപത്തിലുള്ള ഒരു സമാധാനം? ഒരു രൂപ പോലും കയ്യിലില്ലെങ്കിലും ഈ പറഞ്ഞ സർവ്വലോക സൃഷ്ടാവായ റബ്ബിൽ എല്ലാം സമർപ്പിക്കാൻ കഴിവുള്ള അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗത്തെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം നമ്മുടെ ഈമാനൊക്കെ അത്രേ ഉള്ളൂ അല്ലെ. ആ ഒരു അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുകയാണെങ്കിൽ പൈസ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല. അത് അവർക്കൊരു സമാധാനം, അവർക്ക് മാത്രം അറിയുന്ന ഒന്നാണത്. അത് അവർ വേറെ ആർക്കും കണ്ടാലൊന്നും അറിയില്ല. അത് ആ ആൾക്കാരുടെ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒന്നാണത് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് അനുഭവിച്ച ആൾക്കാരൊക്കെ അറിയും. നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട് അല്ലെ. അത്രയും നീറി കഴിയുന്ന ചില പ്രതിസന്ധികളിലൊക്കെ റബ്ബിൽ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം നമുക്ക് വേറൊരാളോടും പറഞ്ഞറിയിക്കാനും കഴിയൂല, വേറൊരാൾക്കും കണ്ടാലും അത് മനസ്സിലാവൂല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണല്ലോ, അവർക്ക് സമാധാനം ഉണ്ടാകും എന്നത്. മാത്രമല്ല ദുനിയാവിൽ എന്തൊക്കെ വിഭവങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടെങ്കിലും സമാധാനം ഉണ്ടാവൂല. അലാ ബിദിക്രില്ലാ, കൃത്യമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ അടുക്കൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് കിട്ടൂല സമാധാനം. ബിദിക്രില്ലാ, അതുകൊണ്ട് മാത്രമാണ് സമാധാനം കിട്ടുക അല്ലെ. അള്ളാഹുവിലുള്ള സ്മരണ, അള്ളാഹു നിങ്ങളെയും ഓർക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയം ശാന്തമണയണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന് ഒരു ശാന്തത കൈവരികയുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങളൊന്നും തന്നെ അത്ര വലുതായിട്ട് നമുക്ക് തോന്നുകയില്ല. സഹോദരിമാരെ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന ഒരു വചനം 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ. തീർച്ചയായും പ്രയാസങ്ങളുടെ കൂടെയാണ് എളുപ്പം. എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ ഇതൊട്ടും കഴിഞ്ഞു പോകൂല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയം കടന്നു പോകൂല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് സമാധാനം കിട്ടുമോ? മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടെങ്കിലോ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, സ്വല്പം ഒരു ആശ്വാസം നമുക്ക് ഉണ്ടാവും അല്ലെ. അതും കടന്നു പോകൂലേ. ഏതൊരു പ്രയാസത്തിന് കൂടെ ഒരു എളുപ്പം ഉണ്ടാവും. ഈ ദുനിയാവ് തന്നെ വേഗം അങ്ങ് പോവും. അപ്പൊ പരലോക ജീവിതത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ ഇവിടെ അള്ളാഹു എന്തെങ്കിലും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാൽ തന്നെയും ഈമാൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളതിനനുസരിച്ച് നമുക്ക് സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും എന്നതാണ് അല്ലെ. പരലോകത്തെ പറ്റി ചിന്തിക്കുക, നമ്മള് അള്ളാഹുവിൽ സമർപ്പിക്കുക. നമ്മുടെ ഈമാൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് സമാധാനവും സ്വസ്ഥതയും കൈവരുമെന്നാണ്. കുറെ ചരിത്രങ്ങൾ നമുക്ക് അറിയാം
യൂസഫ് നബി യൂസഫ് നബി അലൈഹിസ്സല്ലമയുടെ ചരിത്രം നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സല്ലമയുടെ ചരിത്രം നമുക്കറിയാം. അവിടെയൊക്കെയും അവർക്കൊക്കെ എന്തെല്ലാം പ്രതിസന്ധികളാണ് ഭൗതികമായി നേരിടേണ്ടി വന്നത്. അവിടെയൊക്കെയും അവർക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, പടച്ചോൻ എന്നെ രക്ഷിക്കും, അള്ളാഹു ഉണ്ട്, അല്ലെ? അതുപോലെ തന്നെ ബിലാൽ ഇബ്നു റബാഹ്, ഖുർആൻ നൽകിയ പാഠമാണ് അഹദ് എന്ന് അന്ത്യസമയത്തും അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിക്കുമ്പോൾ പോലും ചൂടുള്ള ചുട്ടുപഴുത്ത മണലിൽ കിടത്തി ഭാരം ശരീരത്തിൽ വെച്ച് വലിച്ചിഴക്കുമ്പോഴും അഹദ് അഹദ് എന്ന് പ്രഖ്യാപിക്കാൻ ആ അഹദിൽ അഭയം തേടിക്കഴിഞ്ഞത് കൊണ്ടാണല്ലേ? അലാബിദിക്കിരില്ല, അതുകൊണ്ട് മാത്രമാണ് അത് പറയാൻ സാധിച്ചത്. നമുക്കിന്നുള്ള ഈ ശേഷി നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിഭവം ഏതുമാവട്ടെ, ആരോഗ്യം, സമ്പത്ത്, വീട്, കാറ്, ഇങ്ങനെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഉള്ള ഏതുമാവട്ടെ, നാളെ നമ്മുടെ കയ്യിൽ ഇവയൊന്നും ഇല്ല, ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല, ഒരു ഉറപ്പുമില്ല, അല്ലെ? നാളെ നമുക്കത് ഉണ്ടാവോ എന്നുള്ളത്. എന്നാൽ നാളെയും നമുക്ക് സമാധാനം വേണമല്ലോ. അതിനെന്താ മാർഗം? എന്നും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും കൂടെ നമ്മൾ ഉണ്ടാവുക എന്നതാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. അവസാന സമയത്തും എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? 2 റക്അത്ത് നമസ്കരിക്കാൻ സമയം അനുവദിക്കണം. മരണത്തെ പോലും ഒരു പ്രാർത്ഥനാ പുഷ്പമായി കാണുവാൻ, ആത്മാവ് കുലുങ്ങാതെ നിലനിൽക്കാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച തഖ്വയും സമർപ്പണവുമാണ് അവരെയൊക്കെ രക്ഷപ്പെടുത്തിയത്. ജീവിതത്തിലെ അവസാന നിമിഷത്തിലും ശാന്തമായി മുഖം തിരിച്ച് ആത്മാവിനെ സമർപ്പിക്കാൻ കഴിയുന്ന ധൈര്യം ഏതിലൂടെയാണ് അവർ വളർത്തിയെടുത്തത്? വിശുദ്ധ ഖുർആനിലൂടെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളിലൂടെ. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, അതുപോലെ തന്നെ സഅദ് റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് ഇതേ അനുഭവങ്ങൾ കാണാൻ പറ്റും. ഏറ്റവും ഗംഭീരമായ ഒരു വചനം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏതാണ് ആ വചനം എന്നറിയോ? 68-ാം അധ്യായം സൂറ അൽ കലം 32-ാമത്തെ വചനം. ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവട്ടെ. എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നാലും അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിലും നമ്മുടെ രേഖയിലും എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്കായി ഉണ്ടെങ്കിൽ, അള്ളാഹുവെ അത് നീ ഞങ്ങൾക്ക് പകരം നന്മയുടെ പരീക്ഷണങ്ങളാക്കി മാറ്റി എഴുതണമേ റഹ്മാനായ റബ്ബേ. ഇനി അതല്ല, എന്ത് കഷ്ടതകളും പ്രയാസങ്ങളും വന്നാൽ തന്നെയും നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്: അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. 2 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഉത്തമമായത് റബ്ബ് നമ്മൾക്ക് തരും. ഇത് പരസ്പരം പറയാൻ കഴിയണം. നമ്മൾക്ക് നമ്മുടെ മക്കളോട് നമുക്ക് പറയാൻ സാധിക്കണം, ഇതിനേക്കാൾ ഉത്തമമായത് റബ്ബ് നമുക്ക് തരും എന്നത്. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ, ആ ഒരു പ്രതീക്ഷ കൈവിടരുത് എന്നതാണ് 2-ാമത്തെ പാട്ട്. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, നാം നമ്മുടെ റബ്ബിലേക്ക് പ്രതീക്ഷ അർപ്പിക്കേണ്ടവരാണ് എന്നാണ് പറയുന്നത്, അല്ലെ? അള്ളാഹുവില് പ്രതീക്ഷ അർപ്പിക്കുക, ആ ഒരു പ്രതീക്ഷ നാം കൈവിടാതെ സൂക്ഷിക്കുക. അപ്പൊ റബ്ബിലുള്ള പ്രതീക്ഷ കൈവിടാതെ സൂക്ഷിക്കുക എന്നതാണ് ഏത് പ്രതിസന്ധിയുടെയും മുൻപിലുള്ള പരിഹാരം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. റഹ്മാനായ, ഗഫൂറായ, വദൂദായ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ സഫലമാക്കി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതെല്ലാം പുറത്ത് മാപ്പാക്കി തരണമേ യാ റഹ്മാനെ. അള്ളാഹുവെ, നന്മകൾ ഒരുപാട് ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. റഹ്മാനായ റബ്ബെ,
നന്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പാലിക്കുവാനും ജീവിതത്തിൽ തിന്മ ഉണ്ടെന്നറിഞ്ഞാൽ അത് മാറ്റിവെക്കാനും അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുവാനുമുള്ള കരുത്തറ്റ ഈമാൻ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് രോഗമായി കിടക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നീ ശിഫയാക്കി തരണമേ റഹ്മാനായ റബ്ബേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ എല്ലാവരുടെ കബറും നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കെല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ പ്രശ്നങ്ങൾക്കും നീ എളുപ്പം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم لا سهل إلا ما جعلته سهلا اللهم لا سهل إلا ما جعلته سهلا اللهم لا سهل إلا ما جعلته سهلا ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي